മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് പാർട്ട് 6. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശ്രുതിയുമായി പിണക്കവും വഴക്കുമൊന്നും വേണ്ടാട്ടോ. അമ്മയെ ഓർത്ത് ഒരാഴ്ച ഞാനിവിടെ നിൽക്കട്ടെ. ശ്രുതിയെ ഞാൻ മെരുക്കിയെടുത്തോളാം. നിന്റെ കുട്ടികളുടെ അമ്മയല്ലേ അവൾ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കുട്ടികളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഏത് മുറിയിലാ അവര്? രാവിലെ എൻ്റെ കുളിയും തേവാരവും ഒക്കെ കഴിയുമ്പോഴേക്കും അവർ സ്കൂളിൽ പോയാലോ? പോവും. പ്രശാന്ത് തലയാട്ടി. 7-ന് 2 പേരും ഇറങ്ങും. ട്യൂഷനുണ്ട്. വൈകുന്നേരവും സന്ധ്യയോടത്തെ മടങ്ങി വരും. ജീവിതം മൊത്തം ടൈം ടേബിൾ കുരുങ്ങിക്കിടക്കുക ഇന്നത്തെ കുട്ടികളുടെ. എങ്കിൽ ഇന്നൊന്ന് കാണാൻ പറ്റുമോ അവരെ? കൊതിയായിരുന്നു ടീച്ചറുടെ മുഖത്ത്. 10 വർഷമായി ആശിക്കണതാ ഒരു നോക്ക് കാണാൻ. ശരിയാ, വിദേശത്തൊന്നുമല്ല, ഈ തിരുവനന്തപുരത്ത് അവർ. എന്നിട്ടും ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ലോകത്തിൽ മറ്റേതൊരമ്മയ്ക്കുണ്ട് ഇങ്ങനത്തെ വിധി? കുറ്റം ഈ നാണം കെട്ട മകൻ്റേതാ. അത് ഓർക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വേളയെ വെറുത്തു പോണത്. ഇന്ന് അമ്മ വരണത് അറിഞ്ഞുകൊണ്ട് മക്കളെ 2നെ ഏറ്റവും മുകളിലെ സ്റ്റഡി റൂമിലേക്ക് അയച്ചിരിക്കുക ശ്രുതി. 10:30 കഴിയാതെ താഴേക്ക് വരരുതെന്നാണ് കൽപ്പന. 10:30 മുമ്പ് അമ്മ ഉറങ്ങുമെന്നാവും ഡോക്ടറുടെ കണക്കുകൂട്ടൽ. 10:30 കഴിഞ്ഞ് അച്ചമ്മയോട് ഉറങ്ങാവൂ എന്ന് പറയണമെന്ന് യദു എൻ്റെ കാതിൽ പറഞ്ഞിരിക്കുക. ഈശ്വര, ടീച്ചറുടെ കണ്ണുകളിൽ പൂത്തിരി കത്തി. ആ കുരുന്ന് അങ്ങനെ പറഞ്ഞോ? ഈ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ലേയും അച്ചമ്മയെ കാണാൻ ആശ പറഞ്ഞില്ലേ? അവൾക്ക് അമ്മയെ ഭയമാ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവൾ ചെയ്യില്ല. കുട്ടിക്കാലം മുതലേ അങ്ങനെയാ. ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, ശ്രുതി പറയണത് അക്ഷരം പ്രതി അവൾ അനുസരിക്കും. ഉള്ളിൽ എന്താണെന്ന് ഒരിക്കലും അവൾ തുറന്നു പറയുകയുമില്ല. ഒരുപക്ഷെ അമ്മയെ ഭയന്നാവാം. പെൺകുട്ടികൾക്ക് അമ്മമാരോട് ഭയം ഉണ്ടാവണത് നല്ലതാ. തെറ്റിലൊന്നും ചെന്ന് ചാടില്ലാലോ. അച്ഛൻ്റെ ഉത്തരവാദിത്വം കുറയും. മരുമകൾ ചെയ്യുന്നതിൽ എന്തും കുറ്റം കണ്ടുപിടിക്കുന്നതാ പഴയ അമ്മായിയമ്മയുടെ ക്യാരക്ടറൈസേഷൻ. എൻ്റെ അമ്മ പക്ഷേ മരുമകൾ ചെയ്യുന്ന ഏത് കൊള്ളരായ്മയും ന്യായീകരിക്കുന്ന ആദർശമതിയാണല്ലോ, ഇല്ലേ? എനിക്ക് മനം പുരട്ടണം. പുറത്തേക്ക് പോകാനായി പ്രശാന്ത് തിരിഞ്ഞു. അപ്പോഴാണ് കിളിക്കൂട്ടിൽ നിന്ന് വിളി വന്നത്. സുമംഗല ടീച്ചറെ, ഷീലു എനിക്ക് പഴം തന്നില്ല. പ്രശാന്ത് അത്ഭുതത്തിൽ തിരിഞ്ഞു നോന്നു. ആ ശബ്ദം അയാളിൽ ഒരു കോരിത്തരിപ്പുണ്ടാക്കി. അങ്ങനെ ഒരു കഥാപാത്രം മുറിയിലുണ്ടായിരുന്നത് പോലും പ്രശാന്ത് ശ്രദ്ധിച്ചിരുന്നില്ല. കൂടിനുള്ളിലെ ആ ഇത്തിരി ജീവി രാവിലെ ഇല്ലത്തിന്റെ മുറ്റത്ത് പിടഞ്ഞ് അവസാനിച്ച ആ ദാരുണ രംഗവും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. തളർച്ചയിൽ അയാൾ അമ്മയ്ക്കരികിൽ കിടക്കയിലിരുന്നു. ടീച്ചർക്കും താൻ ഇല്ലത്താണെന്ന് തോന്നിപ്പോയി. ശീലാവതിയുടെ സാന്നിധ്യം പോലും അവർക്ക് അനുഭവപ്പെട്ടു. സുമംഗല ടീച്ചറെ, വീണ്ടും ശാരിക വിളിച്ചു. ദാക്ഷായണി അമ്മ എവിടെ? കിട്ടുണ്ണിയാർ എവിടെ? കാർത്തിയായനി എവിടെ? നെഞ്ചിലേക്ക് ഒരു കടാര ആഴ്ന്നിറങ്ങിയ നൊമ്പരവും പിടച്ചിലും ഉണ്ടായി ടീച്ചറിൽ. ശക്തിയിൽ അവർ നെഞ്ചോട് കൈയമർത്തി. പിന്നെ നിയന്ത്രണം വിട്ട് ഏങ്ങലടിച്ചു. രാവിലത്തെ ആ സംഭവം ബലമായി അവർ ഉള്ളിൽ അടുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അമ്മേ, പ്രശാന്ത് ടീച്ചറെ ചേർത്ത് പിടിച്ചു. മാപ്പുതാ എനിക്ക്. അമ്മ ഇങ്ങനെ കരഞ്ഞാൽ വണ്ടി എടുത്ത് ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ ജീവൻ കളയും. പെട്ടെന്ന് ടീച്ചർ ആ വായ് പൊത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മ കരയില്ല. തത്തമ്മേ, പൂച്ച പൂച്ച. കൂടിന് ചുറ്റും ശാരിക വട്ടം കറങ്ങാൻ തുടങ്ങി. ഷീലു പഴം, ഷീലു പഴം. അതോടെ ടീച്ചറുടെ കണ്ണുകൾ വീണ്ടും ശാരികയിലേക്ക് തിരിഞ്ഞു. മകന്റെ വായി മൂടിയിരുന്ന കൈ തിരിച്ചെടുത്തു. പ്രശാന്തിന്റെ മുഖവും മാറി. കൗതുകത്തിൽ അയാൾ കൂടിനരികിലെത്തി. പിന്നെ പുഞ്ചിരിയോടെ അമ്മയെ നോക്കി. ഇവൾ നല്ല രസമായിട്ട് വർത്താനം പറയണുണ്ടല്ലോ അമ്മേ. സ്വരത്തിന്റെ ഒരു വ്യത്യാസം ഒഴിച്ചാൽ മനുഷ്യർ സംസാരിക്കണത് പോലെ തന്നെ. ഇത്തിരി തിടുക്കപ്പെട്ടാണ് പറയുന്നത്. എല്ലാ വാചകങ്ങൾക്കും ഒരേ താളം, അത്രേ ഉള്ളൂ. മുൻപില്ലത്ത് വരുമ്പോഴൊന്നും അമ്മയുടെ ഈ ചങ്ങാതിക്കൂട്ടത്തെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. വാലിന് തീ പിടിച്ചതുപോലെയാണ് ഇവിടെ നിന്ന് പറന്നു വരിക. അവിടെ വന്ന് അമ്മയുടെ ഏകാന്തവാസം കാണുമ്പോൾ തിരുമാന്താംകുന്നിനോ തിരുവില്ലോമലയ്ക്കോ പോകാനോ കഴിയാത്ത രീതിയിൽ ഞാൻ മറ്റൊരിടത്ത് ചുറ്റിപ്പെട്ടവനെ പോലെയാണെന്ന് ഓർക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് തല പുകയും. ഒറ്റപ്പെട്ടൊരു വലിയ വീട്ടിൽ അമ്മയെ ഉപേക്ഷിച്ച് പോയില്ലേ എന്ന് ദേശക്കാരുടെ കുത്തുവാക്കുകൾ കൂടിയാകുമ്പോൾ ജീവനും കൊണ്ട് തിരികെ പറക്കും. അങ്ങനെ 10 വർഷത്തെ കഠിന തടവ്. ഇപ്പോൾ മോചിതനായതുപോലെ എനിക്ക് തോന്നണത്. മുൻപില്ലാത്തൊരു ധൈര്യവും. അത്ഭുതത്തോടെയായിരുന്നു ടീച്ചർ ആ വർത്തമാനം കേട്ടോണ്ടിരുന്നത്. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മകൻ വല്ലാതെ മാറിയതുപോലെ അവർക്ക് തോന്നി. ദാക്ഷായണി അമ്മയുടെ ജീവത്യാഗമാണോ അതിന് കാരണമായത്?
മുൻപൊന്നും ഉണ്ണി ഇത്രയധികം സംസാരിക്കാറേ ഇല്ല. ഈ കുട്ടിയുടെ മനസ്സിനകത്ത് എന്താണെന്ന് സംശയിച്ചിട്ടുണ്ട്. ഉള്ളിൽ അമർത്തി വെച്ചിരുന്നതെല്ലാം ഇപ്പോൾ പുറത്തേക്ക് കുടഞ്ഞിടുകയാണ്. ഈ ധൈര്യം ഇന്ന് രാവിലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ദാക്ഷായണി അമ്മയെ ഞാൻ കാറിൽ ഇങ്ങ് കൊണ്ടുപോന്നേനെ. ആരാച്ച ആസ്മ ഇളകി ചാകട്ടെ എന്ന് വെച്ചേനെ. അല്ലേച്ച എവിടെയെങ്കിലും പോട്ടേന്ന് കരുതിയേനെ. പൂച്ചയും പട്ടിയൊന്നും ഇല്ലാത്ത തന്നെ ഈ വീട്ടിൽ വഴക്കിന് ഒരു ക്ഷാമവും ഇല്ലല്ലോ. പ്രശാന്ത് ചിരിച്ചു. ഉണ്ണി മിണ്ടാതെ. ശാരിക വീണ്ടും ബഹളം തുടങ്ങി. ഷീലു പഴം, ഷീലു പഴം. ചിരിയോടെ തന്നെ പ്രശാന്ത് കിളിക്കൂടിന് നേരെ തിരിഞ്ഞു. കൊള്ളാലോ അമ്മ ഇവൾ, എനിക്ക് നന്നേ ഇഷ്ടമായി. അടുത്തിടപഴകിയിരുന്നെങ്കിൽ ദാക്ഷായണി അമ്മയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയേനെ. ആ, എനിക്കതിന് യോഗമില്ലാതെ പോയി. കണ്ണിൽ തുളുമ്പിയ നേരിയ തുള്ളി പുറം കൈകൊണ്ട് തുടച്ചിട്ട് ടീച്ചർ എഴുന്നേറ്റു. അവൾക്ക് വിശക്കണുണ്ട് ഉണ്ണി. വിശന്നാൽ പിന്നെ സ്വൈര്യം തരില്ല. ഒരു പഴത്തിന്റെ 10-1 കഴിക്കൂ കുറുമ്പി. പക്ഷെ അതിന്റെ ബഹളമൊന്നും അല്ല കൂട്ടുക. നീ എനിക്ക് പഴയ ഒരു പത്രക്കടലാസ് തരണേ കുട്ടി. ഇല്ലേ അച്ഛ, പഴം കൊത്തി തെറിപ്പിച്ച് ഈ മുറി മൊത്തം വൃത്തികേടാക്കുവൾ. ഈ കൂട് കൊണ്ടുപോയി പിൻവരാന്തയിൽ തൂക്കാമേ. അവിടെ ധാരാളം കുക്കുകളുണ്ട്. ചെടിച്ചട്ടികൾ തൂക്കാനായി പിടിപ്പിച്ചതാ. അതൊക്കെ നേരം പുലർന്നു. ഈ പരിസരമൊക്കെ ഞാനൊന്ന് കണ്ടതിന് ശേഷമാകാം. പരിചയമില്ലാത്ത സ്ഥലത്ത് അതിനെ തനിയെ കൊണ്ടുവന്ന് തള്ളി എനിക്ക് ഈ മുറിയിൽ കിടന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റില്ല മോനെ. നീ ഒരു ഷീറ്റ് പേപ്പർ. പ്രശാന്ത് 2-3 ഷീറ്റ് പത്രക്കടലാസുകൾ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു. ഒരു ഷീറ്റ് മേശയിൽ വിരിച്ച ശേഷം അതിന് മീതെ കിളിക്കൂടെടുത്ത് വെച്ച് ടീച്ചർ. എന്നിട്ട് തൊണ്ട് നീക്കിയ പഴവുമായി ശാരികയുടെ അരികിലെത്തി. എടി കുറുമ്പി. തത്തയിൽ നിന്നും മറുവിളി വന്നു. മൂക്കിൽ വിരൽ ചേർത്ത് ചിരിച്ചു ടീച്ചർ. എന്നെ തിരിച്ചു കുറുമ്പിയെന്ന് വിളിക്കുക? തല്ല്, നല്ല തല്ല് തരും. പിന്നെ പഴം നീട്ടിക്കൊടുത്തു. എന്നിട്ടും മകനോട് പറഞ്ഞു, ഇനി ഉണ്ണി പൊയ്ക്കോളൂ, ശ്രുതി നിന്നെ കാത്തിരിക്കാവും. ശുണ്ടി കയറി എന്തേലുമൊക്കെ പറഞ്ഞത് നീ കാര്യമൊന്നും ആക്കണ്ട. കുടുംബമായാൽ അങ്ങനെയാ. ക്ഷമയുടെ അവതാരമായി നിന്റെ അച്ഛയെടുത്ത് ഈ അമ്മ പോലും വഴക്കിട്ടിട്ടുണ്ട്. അതൊരു പ്രായം. പിന്നീടാ വീണ്ടും വിചാരമുണ്ടാവുക. അമ്മയെ പറയണ ശ്രുതി ചെറിയ കുട്ടിയൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പെട്ടെന്നാണ് വാതുക്കൽ നിന്ന് അച്ഛേ എന്ന വിളി വന്നത്. പ്രശാന്തും സുമംഗല ടീച്ചറും ഒരുമിച്ചാണ് വാതുക്കലേക്ക് തിരിഞ്ഞത്. ട്രൗസറും ടീഷർട്ടും അണിഞ്ഞൊരു 7 വയസ്സുകാരനും മിടിയും ടോപ്പും അണിഞ്ഞൊരു 10 വയസ്സുകാരിയും വാതുക്കൽ നിന്ന് പുഞ്ചിരിക്കുന്നു. ടീച്ചറുടെ മുഖം നിർവൃതിയിൽ വികസിച്ചു. ആ 7 വയസ്സുകാരനിൽ അവർ തൻ്റെ മകന്റെ ബാല്യം കണ്ടു. യദു, ലേ, ഇതാണ് അച്ചമ്മ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക്, പ്രശാന്ത് നിർദ്ദേശിച്ചു. അത് കേൾക്കേണ്ട താമസം യദു പാഞ്ഞു വന്ന് ടീച്ചറെ വട്ടം കെട്ടിപ്പിടിച്ച് 2 കവിളിലും മാറി മാറി ഉമ്മ വെച്ചു. എന്തേ അച്ചമ്മയ്ക്ക് ഒരു നല്ല വാസന? എന്ത് സ്പ്രേ അടിച്ചിരിക്കണത്? അവൻ തിരക്കി. അച്ചമ്മ സ്പ്രേ ഒന്നും അടിക്കാറില്ല മോനെ, പ്രശാന്ത് പറഞ്ഞു കൊടുത്തു. അത് സ്നേഹത്തിന്റെ വാസനയാ. മെല്ലെ മെല്ലെ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ലയ അച്ഛനെ നോക്കി. ലയി, അച്ചമ്മയുടെ മോൾ ഇങ്ങ് അടുത്ത് വരൂ. ലയയുടെ നേർക്ക് ടീച്ചർ കൈ നീട്ടി. മടിച്ചാണ് അവൾ അടുത്ത് എന്നത്. ഇന്നിവിടെ അച്ചമ്മയോടൊപ്പം ഉറങ്ങാമോ രണ്ടാളും? ചെറുമക്കളെ മാറി മാറി നോക്കി ടീച്ചർ. പുലരുമ്പോ നിങ്ങൾ പോവില്ലേ? പിന്നെ സന്ധ്യക്കല്ലേ കാണാൻ കിട്ടൂ. അപ്പ പഠിക്കാനും ഉണ്ടാകും. അതുകൊണ്ട് ഉറക്ക അച്ചമ്മയോടൊപ്പം ആയാലോ? ഞങ്ങളുടെ ബെഡ്റൂം 2nd ഫ്ലോറിലാ, ലയ പറഞ്ഞു. അടുത്തടുത്ത് സെപ്പറേറ്റ് റൂംസ് ഉണ്ട് 2 പേർക്കും. റൂം മാറിക്കിടന്നാൽ അമ്മ ദേഷ്യപ്പെടും. അതിന് അമ്മ എങ്ങനെ അറിയാനാ? യദു ചോദിച്ചു. അമ്മ 1st ഫ്ലോറിൽ അമ്മമ്മയുടെ റൂമിൽ ചെന്ന് കിടന്നു കഴിഞ്ഞു. അച്ചമ്മയുടെ കുറ്റം പറയാനാ. 2 ദിവസമായി എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിട്ട്. അച്ചമ്മ ഇങ്ങ് വരണത് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഇഷ്ടമല്ല. ചി, എന്താടാ പറയുന്നത്? ലയ അനിയന്റെ വായ് പൊത്തി. അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കണോ? അപ്പോഴേക്കും വാതുക്കൽ ശ്രുതി എത്തിക്കഴിഞ്ഞു. ലയ, ആ കണ്ണുകളിൽ നിന്ന് തീ പാറി. ഗോ ടു യുവർ റൂം. വിറച്ചുകൊണ്ടാണ് ലയ പുറത്തു കടന്നത്. അതോടെ യദുവിലായി ശ്രുതിയുടെ നോട്ടം. ഞാൻ വരില്ല, അവൻ മുഖം തിരിച്ചു. ഞാൻ അച്ചമ്മയോടൊപ്പമാ. മണി 11 ശ്രുതിയുടെ സ്വരം മുറുകി. 5-ന് ഉണരേണ്ടവനാ. 5:30 കുളി കഴിയണം. 6 വരെയുള്ള യോഗ മുടക്കാൻ പാടില്ല. 6 മുതൽ 6:45 വരെ ഇംഗ്ലീഷ് ട്യൂഷനുണ്ട്. ഏത് സമയവുമായി അച്ഛയുമായി മലയാളത്തിൽ കൊഞ്ചണത് കണ്ട് ഇംഗ്ലീഷിൽ നീ ക്ലാസ്സിലെ ലോവസ്റ്റാ. ഇങ്ങനെ പോയാൽ അടുത്ത വർഷം അവർ സ്കൂളിൽ നിന്ന് മെമ്മോ തരും. ഇപ്പൊ അച്ചമ്മ കൂടി എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് നിനക്കിനി പഠിക്കുകയേ വേണ്ടെന്നായിട്ടുണ്ടാവുമല്ലോ. അച്ചമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്ന യദുവിന് അമ്മയുടെ സംസാരം കേട്ട ഭാവമേ ഇല്ല. 1-തരം ഹെറിഡിറ്റി, ശ്രുതി തുടർന്നു. മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും തലയിലിട്ട് തല്ലിയാലും കണ്ണും കാതും ഇല്ലാത്ത മട്ടിൽ അഭിനയിക്കാൻ അച്ഛയുടെ അടുത്തുനിന്ന് തന്നെയാവും നീ പഠിച്ചത്.
അതൊക്കെ അഭിനയമായിരുന്നു ഇന്ന് എനിക്ക് ബോധ്യമായി. എത്ര സമയമാ നോൺ സ്റ്റോപ്പായി വർത്തമാനം പറഞ്ഞത്. അമ്മ ഒപ്പമുണ്ടെന്നുള്ള ധൈര്യമായിരിക്കും. ഇപ്പൊ എന്റെ മകനെ ആ മാജിക് സ്പെല്ലിൽ വീഴ്ത്തി. എന്റെ അമ്മയുടെ കയ്യിൽ ഒരു മാജിക് സ്പെല്ലേ ഉള്ളൂ, സ്നേഹം. അത് തനിക്ക് വശമല്ല. ആ ഒരു അനുഗ്രഹം ദൈവം തനിക്ക് തന്നിട്ടുള്ളതല്ല. നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. അത് എൻ്റെ അമ്മയെ സംബന്ധിച്ചതല്ല. 2-3 വർഷമായിട്ടുണ്ടാവും താൻ ഡ്രൈവിങ്ങിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടില്ല. ഏതോ മാരേജ് റിസപ്ഷനിൽ പങ്കെടുത്തിട്ട് ലേറ്റായി താൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനാ ഡ്രൈവ് ചെയ്യണത്. അപ്പോഴാ വഴിയിൽ. ബാക്കി പറയണ്ട. ശ്രുതി കൈയുയർത്തി. ഒരു പിച്ചക്കാരി സ്ത്രീ. പിച്ചക്കാരി ആവണമെന്നില്ല, പ്രശാന്ത് എതിർത്തു. മുഷിഞ്ഞ സാരി ധരിച്ചവരെല്ലാം പിച്ചക്കാരാണോ? 30 വയസ്സിൽ കൂടുതലില്ല അതിന്. ഏതോ വണ്ടി തട്ടി ചോര വാർന്ന് വഴിയിൽ കിടക്കാ പാവം. അരികിൽ ഒരു 5 വയസ്സുകാരനുമുണ്ട്. അതിന്റെ മകനാവാം. വഴിയെ പോകുന്ന വണ്ടികളുടെ എല്ലാം നേർക്കാ സാധു കുട്ടി കൈ നീട്ടി കരയാ. നമ്മൾ മാത്രമല്ലല്ലോ, ആരും മനുഷ്യജീവൻ രക്ഷിക്കുക എന്ന തൊഴിൽ ചെയ്യുന്നവളാണ്. ആ തൊഴിൽ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവളാണ്. ഞാനിന്ന് തൻ്റെ അടുത്ത് യാചിച്ചു ആ സ്ത്രീയെ വണ്ടിയിലെടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന്. താൻ സമ്മതിച്ചില്ല. എന്റെ സമ്മതം കൂടാതെ ഇയാൾക്ക് ബലമായി അങ്ങ് ചെയ്യാമായിരുന്നില്ലേ? അത്ര ആദർശവാനായിരുന്നെങ്കിൽ. എന്ത് ചെയ്യാം, ഞാൻ തൻ്റെ അടിമയായിപ്പോയി. അതെന്റെ ശാപം. അന്ന് ഞാൻ തന്നെ ഹോസ്പിറ്റലിലാക്കി തിരിച്ചു പോരുമ്പോഴേക്കും ആ സ്ത്രീ റോഡിലുണ്ടായിരുന്നു. പക്ഷേ ആ ശരീരത്തിന് മേലെ ആരോ ഒരു പഴയ തുണിയിട്ട് മറച്ചിരിക്കുന്നു. സമീപം പോലീസുകാരും ഉണ്ടായിരുന്നു. ഇതുപോലെ അപൂർവം ചില സംഭവങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കാനും തുടങ്ങിയിരിക്കണം. ഇപ്പൊ അമ്മ കൂടി എത്തിയതോടെ ധൈര്യമായി. ഇനിയും ഇയാൾ എന്റെ അടിമയാണെന്ന് പറഞ്ഞേക്കരുത്. വല്ലപ്പോഴും ഒന്ന് മുറുമുറുക്കുമെങ്കിലും തന്റെ അടിമ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ഡയറിയിൽ കുറിച്ച് വെറും മരത്തൂണിൽ നിന്ന് നരസിംഹം പ്രത്യക്ഷപ്പെട്ട ദിവസമാണിന്ന്. തന്നോടുള്ള ഭയം കാരണം എൻ്റെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരു ജീവൻ ഇന്ന് എൻ്റെ കൈകൊണ്ട് പൊലിഞ്ഞു. ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിച്ചിട്ടില്ലാത്തവനാ ഞാൻ. ചിറ്റിലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഡ്രൈവിങ്ങിനിടയിൽ ഞാൻ മാറി. പ്രശാന്ത് ഇനി ആരെയും ഭയക്കില്ല. ഇതാ താനും തൻ്റെ അമ്മയും കൂടി എൻ്റെ അമ്മയെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ശബ്ദം ഉയർന്നത് അതുകൊണ്ടാണ്. ഇനി ഡോക്ടർ ശ്രുതി ശ്രദ്ധിച്ചാൽ കൊള്ളാം. കണ്ണാ മോനെ, ടീച്ചർ യദുവിനെ പിടിച്ചു കുലുക്കി. മോൻ കാരണമാ അച്ഛനും അമ്മയും വഴക്കിടണത്. ഒന്ന് എഴുന്നേറ്റ് അമ്മയോടൊപ്പം ചെല്ല്. അവൻ കാരണമല്ല ഞങ്ങൾ വഴക്കിടണത്. ടീച്ചറുടെ നേർക്ക് ശ്രുതി കൈ ചൂണ്ടി. നിങ്ങൾ കാരണമാ. നിങ്ങൾ വളർത്തിയിരിക്കുന്ന വല്ല പാറ്റയോ പഴുതാരയോ ചൂലെടുത്ത് അടിച്ചു കൊന്നിട്ടുണ്ടാവും പ്രശാന്ത്. അതിന്റെ കുറ്റബോധമാ ഇപ്പൊ എൻ്റെ അടുത്ത് തീർക്കുന്നത്. ഇക്കണക്കിന് നിങ്ങളിവിടെ താമസിച്ചാൽ. ബാക്കി പറയാൻ മുതിരാതെ അവൾ പല്ല് ഞെരിച്ചു. താമസിച്ചാൽ എന്ന ക്ലോസ് വെക്കണ്ട, പ്രശാന്ത് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ തന്നെയാ എൻ്റെ അമ്മ വന്നിരിക്കുന്നത്. മരണം വരെ എൻ്റെ അമ്മ ഇവിടെ താമസിക്കുകയും ചെയ്യും. നമ്മൾ വേർപിരിഞ്ഞാലെന്നല്ല, ആകാശം ഇടിഞ്ഞു വീണാലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അതോടെ ശ്രുതി വീണ്ടും മകന്റെ നേർക്ക് തിരിഞ്ഞു. ഏതോ ഡോണ്ട് യു വാണ്ട് ടു സ്ലീപ്പ്? പെട്ടെന്ന് മുഖം ഉയർത്തിപ്പിടിച്ച് പൊട്ടിത്തെറിക്കും പോലെ അവൻ അറിയിച്ചു. അമ്മ, യു മൈൻഡ് യുവർ ബിസിനസ്. എൻ്റെ അച്ഛയെ കുറ്റപ്പെടുത്തുന്ന ആരെയും എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തുടർന്ന് അച്ചമ്മയുടെ മടിയിലേക്ക് യദു മുഖം പുകഴ്ത്തി. അപമാനം കൊണ്ട് ഒരുകും പോലെ മകനെ തന്നെ നോക്കി ശ്രുതി ഒരു നിമിഷം നിന്നു. പിന്നെ ശക്തിയിലൊന്ന് ശ്വാസം അയച്ചിട്ട് ചവിട്ടിക്കുതിച്ച് നടന്നു മറഞ്ഞു. ഉണ്ണി, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല ഇല്ലേ? വ്യസനത്തിൽ ടീച്ചർ പ്രശാന്തിനെ നോക്കി. ഇല്ല, ഉറച്ചതായിരുന്നു ആ മറുപടി. എൻ്റെ മോൻ്റെ അത്ര ധൈര്യമുള്ളവനായെങ്കിലും അമ്മയ്ക്ക് എന്നെ വളർത്താമായിരുന്നു. എങ്കിൽ കഴിഞ്ഞ 10 വർഷം അമ്മ ഏകാന്തവാസം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇന്നത്തെ ലോകത്തിന് പര്യാപ്തയല്ലാത്ത വിധം അമ്മയുടെ വേദം ഒരുപാട് പഴകിയിരിക്കണോ അമ്മേ? അച്ഛേ, ആ ഡോർ അടച്ച് ലോക്ക് ചെയ്യ്. അമ്മ പിന്നെയും വന്നാലോ? യദു അറിയിച്ചു. അത്ര അഭിമാനമൊന്നും ഇല്ലാത്തവളല്ല മോനെ അമ്മ, പ്രശാന്ത് പറഞ്ഞു. വീണ്ടും വരികയൊന്നുമില്ല അവൾ. സാവധാനം അവൾ അവളുടേതായ രീതിയിൽ ഒരു മറുപടി തരുമെന്ന് മാത്രം. ഏതായാലും ഞാൻ എൻ്റെ മുറിയിലേ ഉറങ്ങുന്നുള്ളൂ. ഉറങ്ങും മുമ്പ് എനിക്കല്പം ജോലിയുമുണ്ട്. അപ്പം ഞാനോ? നീ കുറേ വർഷമായി തനിച്ചിറങ്ങണവനല്ലേ. ഇന്നൊരു ചേഞ്ചിന് അച്ചമ്മയുടെ കൂടെ ഉറങ്ങിക്കോ. അച്ചമ്മയ്ക്കാണെങ്കിൽ ഇത് പരിചയമില്ലാത്ത സ്ഥലവുമല്ലേ. ഇന്ന് അച്ചമ്മയെ തനിച്ച് കിടത്തണ്ട. പ്രശാന്ത് പുറത്തേക്ക് നടന്നു. ഗുഡ് നൈറ്റ് അച്ഛേ. ഡബിൾ ഗുഡ് നൈറ്റ്. വാതുക്കൽ നിന്ന് കൈ വീശിയിട്ട് പ്രശാന്ത് നടന്നുപോയി. പെറ്റ അമ്മയെ നിന്ദിക്കണത് ശരിയല്ല ഉണ്ണിക്കുട്ട. യദുവിന് വിഷമമുണ്ടാക്കാത്ത അത്ര മൃദുവായും സ്നേഹമായും ടീച്ചർ ഉപദേശിച്ചു. ഒപ്പം അവൻ്റെ മുടിയിൽ തഴുകുകയും ചെയ്തു. അപ്പോൾ എടുത്തടിച്ചതുപോലെ യദു തിരക്കി.
അമ്മ അച്ചമ്മയെ നിന്ദിച്ചില്ലേ? അച്ചായെ നിന്ദിച്ചില്ലേ? നിന്ദ കാട്ടുന്നവരെ മാനിക്കേണ്ടതില്ലെന്ന് ഞങ്ങളുടെ മിസ് പറഞ്ഞിരിക്കുന്നു. എവിടെ തെറ്റ് കണ്ടാലും പ്രായഭേദമന്യേ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടെന്നും ടീച്ചർക്ക് അതിശയമായി. ക്ലാസ്സിൽ പറയണതെല്ലാം എൻ്റെ കണ്ണനാമുണ്ണി ഓർത്തിരിക്കുന്നുണ്ട് ഇല്ലേ? ടീച്ചർ ആ നെറുകയിൽ ചുണ്ടമർത്തി. അതിനല്ലേ അച്ചമ്മേ സ്കൂളിൽ പോണത്. മിടുക്കനാണ് കേട്ടോ എൻ്റെ അപ്പു. അപ്പൂന്ന് വിളിക്കണ്ട എന്നെ. അച്ചായെ അച്ചമ്മ ഉണ്ണി എന്നല്ലേ വിളിക്കുന്നത്? മുൻപേ വിളിച്ചതുപോലെ എന്നെ കണ്ണനാമുണ്ണിന്ന് വിളിച്ചാൽ മതി. ശരി, സമ്മതിച്ചു. അവനെ ചേർത്ത് പിടിച്ച് ടീച്ചർ ആ മുതുകിൽ താളമിട്ടു. അച്ചമ്മയുടെ കൈക്ക് നല്ല തണുപ്പും മാർദ്ദവും. അതും സ്നേഹത്തിൻ്റെതാണോ? യദു ചിരിച്ചു. നീ നിന്റെ അച്ചയുടെ മോൻ തന്നെ. അമ്മയേക്കാൾ എന്നെ സ്നേഹം അച്ചായ്ക്ക. അമ്മയ്ക്ക് ചേച്ചിയാ അധികം ഇഷ്ടം. 4 വയസ്സായപ്പോൾ എന്നെയും ചേച്ചിയും വേറെ മുറിയിലാക്കി. ഈ വീട് പണിതപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പ്രത്യേകം റൂമാക്കി. തനിച്ച് കിടന്നപ്പോൾ 2 ദിവസത്തേക്ക് എനിക്ക് സങ്കടമായിരുന്നു. അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം അച്ഛ എന്നെ വിളിച്ച് അരികിൽ കിടത്തും. അച്ചായെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമുള്ളപ്പോഴാണ് അച്ചമ്മയെക്കുറിച്ചും അവിടുത്തെ 16 കെട്ടിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരിക. എനിക്കവിടെ വരാൻ വലിയ കൊതിയായിരുന്നു. പക്ഷെ അമ്മ വിടില്ല. അമ്മമ്മയുടെയും മുത്തശ്ശൻ്റെയും കൂട്ടുപിടിച്ച് അമ്മ അച്ഛയെ കുറ്റം പറയും. അതുകൊണ്ടാ അമ്മയോട് എനിക്ക് ദേഷ്യം. അതൊക്കെ മറക്കുക. ടീച്ചർ അവനെ തലോടി. ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബലമായി മറന്നു കളയണം. അച്ചമ്മ പാട്ട് മിസ്സായിരുന്നു ഇല്ലേ? അതും അച്ഛയാ പറഞ്ഞത്. നന്നായി പാടുമത്രേ. നന്നായിട്ടൊന്നുമില്ല, ടീച്ചർ ചിരിച്ചു. പഠിച്ചതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അതിന് കാശും വാങ്ങി. പാട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പഠിക്കാൻ അമ്മ സമ്മതിച്ചില്ല. അച്ചമ്മയും അച്ഛയും പാടുന്നവരായതുകൊണ്ട് അമ്മയ്ക്ക് പാട്ട് കേൾക്കണതേ ഇഷ്ടമല്ല. അതൊക്കെ മറക്കുക. ടീച്ചർ അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഉറങ്ങുക. 5-ന് ഉണരേണ്ടതല്ലേ? കണ്ണനാമുണ്ണി ഉറങ്ങ്, ടീച്ചർ ഈണത്തിൽ പാടി. ആഹാ, നല്ല സിനിമാ പാട്ട് പോലെ. മുഖമുയർത്തി ഏതോ അച്ചമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോഴാണ് പ്രശാന്ത് വാതിക്കലെത്തിയത്. ബെഡ്റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്ത് ശ്രുതി മുകളിൽ അമ്മയോടൊപ്പം പോയി. ഞാൻ ചെന്ന് നോക്കിയിട്ട് തുറക്കണതേ ഇല്ല. ഇത്ര വേഗം ഉറങ്ങാൻ സാധ്യതയില്ല. ഉറങ്ങിയിട്ടൊന്നും അല്ല അച്ഛേ, യദു പറഞ്ഞു. അച്ഛയോട് പിണങ്ങിപ്പോയതാ. അമ്മമ്മയുടെ അടുത്ത് കുറ്റം പറയാൻ. അമ്മമ്മയ്ക്ക് ഇതിലും ഇഷ്ടമുള്ള ഒരു കാര്യം വേറെയില്ല. അമ്മമ്മയെ മാത്രമേ അമ്മ സ്നേഹിക്കാവൂന്ന അമ്മമ്മയ്ക്ക്. ബെഡ്റൂം ലോക്ക് ചെയ്തത് അമ്മയുടെ ലോക്കറും ലാപ്ടോപ്പും ഒക്കെ അതിനകത്തായതുകൊണ്ടാണ്. അമ്മയില്ലാത്തപ്പോൾ അച്ഛ അത് പരിശോധിക്കുമോ എന്ന് പേടിച്ച്. സാരമില്ല, അച്ഛ ഇവിടെ കിടന്നു. നിങ്ങളുടെ 2 പേരുടെ നടുക്ക് കിടന്നുറങ്ങാൻ എന്താ സുഖം. ഇന്ന് അച്ഛ പാടണ്ട. അതിലും നല്ലതാ അച്ചമ്മയുടെ പാട്ട്. കണ്ണനാമുണ്ണി ഉറങ്ങ്, പാടച്ചമ്മേ, ടീച്ചർ വീണ്ടും പാടി. അമ്മയുടെ ബെഡ്റൂമിൽ ശ്രുതി അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. ഗ്ലാസ്സിലൂടെ വെളിച്ചം പുറത്തറിയാതിരിക്കാൻ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു എന്ന് മാത്രം. എന്നാലും ആ സ്ത്രീ ഇവിടെ കാലെടുത്ത് വെച്ചപ്പോഴേ പൂച്ചയായിരുന്ന മകൻ പുലിയായല്ലോ. ഇരുട്ടിൽ കിടന്ന് ഗിരിജാന്തർജനം മൂക്കിൽ വിരൽ ചേർത്തു. വേളിയിടന്ന് അമ്മയോടുള്ള ഈ മകന്റെ വിധേയത്വവും അടുപ്പവും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഈ അമ്മ ഒപ്പമുണ്ടായാൽ എൻ്റെ മോളുടെ ദാമ്പത്യം തകരുമെന്ന്. അതാ നിന്നെ ഞാൻ 16 കെട്ടിലേക്ക് വിടാതിരുന്നതും. അന്നിവർ ഇതുപോലെ വല്ലതുമായിരുന്നു. കണ്ട ഹേമമാലിനി തോൽക്കില്ലേ? സത്യം പറഞ്ഞ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, ശ്രുതി പറഞ്ഞു. പ്രശാന്തിൻ്റെ അമ്മ എന്ന നിലയ്ക്ക് സ്നേഹം കാട്ടേണ്ട കടമയും എനിക്കുണ്ട്. പക്ഷേ പ്രശാന്ത് അവരെ വാനോളം പ്രകീർത്തിക്കുന്നതും അവർക്ക് വേണ്ടി വാദിക്കുന്നതും ചെയ്യുമ്പോഴാണ് എനിക്ക് ഈർഷ്യ വരണത്. അവരാണെങ്കിൽ ഒരു ദേവിയുടെ അവതാരത്തെ പോലെ എനിക്ക് വേണ്ടി മകനോട് യാചിക്കുകയും. അയ്യോ മോളു, അത് അങ്ങേയറ്റത്തെ കള്ളത്തരമാ. നീ മുന്നിലെത്തും വരെ നിനക്കെതിരെ മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരുന്നിട്ടാവും നിന്നെ കണ്ണിൽ കാണുന്നതോടെ അങ്ങേയറ്റത്തെ നല്ല വെള്ള ചമയുക. അതെ, അത് കാണുമ്പോഴേ എൻ്റെ നിയന്ത്രണം വിടുക. എനിക്കെതിരെ എൻ്റെ മുന്നിൽ സംസാരിച്ചാൽ എനിക്കത് മാപ്പാക്കാനാവും. എല്ലാവർക്കും എല്ലാവരോടും പൊരുത്തപ്പെടാനാവില്ലല്ലോ. ഇതങ്ങനെയല്ല. എൻ്റെ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് എൻ്റെ ആളെന്നോണം അഭിനയിക്കുകയാണ്. അഭിനയം മാത്രമല്ല, ആലാപനവും ഉണ്ടല്ലോ. ദാ 2 സെക്കൻഡ് കൊണ്ട് യദുക്കുട്ടനെ പോലെയും വശീകരിച്ച് കസ്റ്റഡിയിലാക്കി. അതാ കുട്ടി കലയുടെ മാജിക്ക്. കല കയ്യിലുള്ള ഒരുത്തരെയും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയാറില്ലേ. ലേ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും യദുക്കുട്ടനെ പാട്ട് പഠിപ്പിക്കാൻ പുറപ്പെട്ടപ്പോഴും ഞാൻ എതിർത്ത്. ഇത്തിരി കല കയ്യിലുണ്ടായ സ്കൂൾ കോളേജ് ഘട്ടങ്ങളിൽ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഠന വിഷയങ്ങൾ ഒരുപാട് ബാക്കിലേക്ക് പോകും. ഈ പ്രായത്തിലെ ചരടിലൂടെ നടത്തിയാലേ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈനിൽ ഇവരെ എത്തിക്കാൻ കഴിയും.
യദുവിന്റെ കാര്യത്തിൽ ഇനി ആ പ്രതീക്ഷയില്ലമ്മേ. അടുത്ത വർഷം അവനെ അവന്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പാ. ഈ അച്ചമ്മ അവതരിച്ചിരിക്കുന്നത് അതിനാ. ഇത്തരം ചില സ്ത്രീകളെ എനിക്ക് നേരത്തെ അറിയാൻ കുട്ടി. ആൺമക്കളെ അവരുടെ ഭാര്യമാർക്ക് വിട്ടുകൊടുക്കാതെ സ്വന്തം അടിമകളാക്കി വെക്കുന്ന പിശാചിനികളെ. മക്കളുടെ മക്കളെ കൂടി വശീകരിച്ചെടുത്തു കഴിഞ്ഞാൽ മരുമകൾ മാത്രം ക്ലീൻ ഔട്ട്. ആ 16 കെട്ടും വളപ്പും വിൽക്കാൻ സമ്മതിച്ചതാ ഇപ്പൊ പ്രശ്നമായത്. അല്ലെങ്കിൽ ഇവർ അവിടെ കഴിഞ്ഞേനെ. ഇവരുടെ മരണം വരെ കാത്താ മതിയായിരുന്നു. അതിന് ആരാപ്പാ അത് വിൽക്കണമെന്ന് പറഞ്ഞത്? ഗിരിജ ചോദിച്ചു. ഞാൻ പറഞ്ഞോ? നിന്റെ അച്ഛൻ പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. കൈക്കൂലി വാങ്ങാൻ പ്രശാന്തിനെ പ്രേരിപ്പിച്ചതും ഈ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടായിരുന്നു. എന്ന് വെച്ച് ഇല്ലം വിറ്റാലുടൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഓർത്തിട്ടുണ്ടാവുമോ? 2 പെൺമക്കളുണ്ടല്ലോ, പ്രശാന്തിന്റെ മൂത്തവർ. അവരോടൊപ്പം അയക്കുമെന്നല്ലേ വിചാരിച്ചത്? അമ്മമാർ എപ്പോഴും പെൺമക്കൾക്കൊപ്പം താമസിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഈ പെൺമക്കൾ അങ്ങേയറ്റത്തെ ബുദ്ധിമതികളാ. അതുകൊണ്ടല്ലേ അമ്മയുടെ സ്വത്തിനൊപ്പം ഇളയ സഹോദരന്റെ ചുമലിലേക്ക് കെട്ടിവെച്ചത്. സാരമില്ല മോളെ. ഗിരിജ മകളെ തലോടി. സ്നേഹപൂർവ്വം ഞാൻ ആ സ്ത്രീയെ പറഞ്ഞു മനസ്സിലാക്കാം. അമ്മമാർ പെൺമക്കൾക്കൊപ്പോ താമസിക്കുന്നത് നല്ലതെന്ന്. അവരത് അംഗീകരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത പടി. ഏതായാലും ഒന്ന് പരീക്ഷിച്ചിട്ടേ നിന്റെ അച്ചായടുത്ത് വിഷയം അവതരിപ്പിക്കുന്നുള്ളൂ. പിരിയാൻ പോവുകയാണെന്ന് പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്നായി. അവന്റെ ഉള്ളിൽ ഒരു പേടി കിടക്കണത് നല്ലതാ. പേടിയല്ല, അത്രയും സന്തോഷം എന്ന ഭാവമായിരുന്നു പ്രശാന്തിന്. സാരമില്ല, മോൾ ഉറങ്ങ്. രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ. ആ സ്ത്രീയെ ഇവിടുന്ന് എടുത്ത് പുറത്ത് കളയുന്നതോടെ നിന്റെ സർവ്വ പ്രശ്നം അവസാനിക്കുമെന്ന് അമ്മയ്ക്ക് തീർച്ചയാ. ഉറങ്ങിക്കോളൂ. പട്ടുപുതപ്പുകൊണ്ട് മകളെ പുതപ്പിച്ചു ഗിരിജ. വെളുപ്പിന് 4:30 പതിവ് പോലെ സുമംഗല ടീച്ചർ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വേഷം മാറ്റി പുറത്തു വന്നപ്പോഴാണ് യദുവിനുള്ള 5ന്റെ വേക്കപ്പലാറം മുഴങ്ങിയത്. യദുവും അച്ചായും ഒരുമിച്ചാണ് എഴുന്നേറ്റത്. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാ അച്ചായി. അച്ചമ്മേ, ഈവനിങ്ങിൽ കാണാം. വാതിൽ തുറന്ന് യദു പുറത്തേക്ക് ഓടി. ഉണ്ണി ഇവിടെ കുളിച്ചോളൂ, ടീച്ചർ മകനെ അറിയിച്ചു. എൻ്റെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു. കുളിച്ചാലും മാറാനുള്ള ഡ്രസ്സൊക്കെ എൻ്റെ റൂമിലാമ്മേ. ശ്രുതി വന്ന് വാതിൽ തുറന്നൊന്ന് നോക്കട്ടെ ഞാൻ. പ്രശാന്തം പുറത്തേക്ക് പോയി. അയാൾ ചെല്ലുമ്പോൾ ശ്രുതി മുറിയിലുണ്ടായിരുന്നു. പ്രശാന്ത് കുളിക്കാനൊരുങ്ങിയപ്പോൾ അവൾ അറിയിച്ചു. ഞാൻ മുകളിൽ അച്ഛൻ്റെ അമ്മയുടെ മുറികളുടെ ഓപ്പോസിറ്റ് റൂമിലേക്ക് കിടപ്പ് മാറ്റുക. ലോക്കറും ലാപ്ടോപ്പും എല്ലാം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു. വാർഡ്രോബ് മാറ്റാൻ വാച്ചറെ കൊണ്ട് ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാവിലെ ആൾ വരും. എൻ്റെ അച്ഛൻ വാങ്ങിയ സ്ഥലത്ത് പണിത വീടായതുകൊണ്ട് ഇവിടം വിട്ടു ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രശാന്ത് ഒരക്ഷരവും മറുപടി പറഞ്ഞില്ല. നീ റൂം മാറിയെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഭാവം എന്താ? ഗിരിജ മകളോട് തിരക്കി. ഞാൻ പിരിയണമെന്ന് പറഞ്ഞപ്പോൾ എടുത്തുള്ള തന്നെ ഒരു ചലനവുമില്ല. അഭിനയമാ, നെഞ്ച് പിടയനുണ്ടാവും. ഏതായാലും പ്രശാന്ത് വെളിയിലേക്ക് ഇറങ്ങട്ടെ. സുമംഗലയെ കൊണ്ട് തന്നെ ഞാൻ ഈ തുറക്കാത്താഴ് തുറപ്പിക്കാം. അതിനുള്ള ചെപ്പടി വിദ്യയൊക്കെ ഗിരിജയുടെ കയ്യിലുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തു പോകാനുള്ള വേഷത്തിൽ പ്രശാന്ത് അമ്മയുടെ മുന്നിലെത്തി. ഞാൻ ഇറങ്ങുക അമ്മേ. അടുക്കളയിൽ ചെന്ന് പ്രാതൽ കഴിക്കണം. അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ആ പുതിയ കുക്കിനോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അമ്മയ്ക്ക് ആ ആഹാരം പിടിക്കണില്ലെങ്കിൽ ഞാൻ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരാം. പ്രശാന്തിന്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് കണ്ടതും ഗിരിജ അന്തർജനം മെല്ലെ താഴത്തെ നിലയിലെ കിച്ചണിലെത്തി. ശ്രുതി അപ്പോൾ പുതിയ പാചകക്കാരിയെ ചോദ്യം ചെയ്യുകയാണ്. ദോശയ്ക്കുള്ള ചട്നിയിൽ മസാല ചേർക്കരുതെന്നും വരുന്ന ദിവസം തന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ ഞാൻ? അതറിയാതെ പറ്റിപ്പോയതാണ് ചേച്ചി. എന്നേക്കാൾ പ്രായമുള്ള നിങ്ങൾ എന്നെ ചേച്ചിന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഡോക്ടറെന്ന് വിളിച്ചാൽ മതി. എനിക്ക് നോൺ വെജ് ഉണ്ടാക്കിയ ഡോക്ടറെ പരിചയം. 35 കഴിഞ്ഞ് ആ സ്ത്രീ കൈമലർത്തി. ബ്രോക്കർ കേശവാണന്റെ അടുത്ത് ഞാനത് പറഞ്ഞതുമാ. നമ്പൂരി വീടാണെങ്കിലും അവിടുത്തെ ഡോക്ടറുടെ അമ്മായിയമ്മയെ ചിക്കനും മട്ടണും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പുകച്ച് ചാടിക്കാനാ നിന്നെ കൊണ്ട് പോണതെന്നും ഇരട്ടി ശമ്പളം തന്നോളാന്നും TV കാണാനായി 3 ഇന്റർവെല്ലിനായി മൊത്തം 4 മണിക്കൂർ അനുവദിച്ചോളാന്നും പറഞ്ഞ ഡോക്ടറെ രാജ സുലോചനെ കേശവാണൻ ബുക്ക് ചെയ്തത്. അപ്പോഴേക്കും ഗിരിജ വന്ന് ശ്രുതിയുടെ കൈ പിടിച്ചു. ശരിയാ മോളൂ, കേശവ പിള്ള എടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നതാ. നമുക്ക് കഴിക്കാനുള്ളത് പാഴ്സലായി ഇപ്പോൾ മുകളിലത്തെ ഡൈനിങ് റൂമിലെത്തും. സുമംഗലയ്ക്കുള്ളതാ ഇതല്ല. പിന്നൊരു കാര്യം, സുലോചനയുടെ നേർക്ക് അവർ കൈ ചൂണ്ടി. ഈ രഹസ്യം ആ സ്ത്രീ കേൾക്കെ വിളമ്പിയേക്കരുത്, പറഞ്ഞേക്കാം. ശരി കൊച്ചമ്മ. അല്ല ആൻറ്റി. ആൻറ്റിയോ? നിനക്ക് എൻ്റെ അത്ര പ്രായമുണ്ടല്ലോ. മേമെന്ന് വിളിച്ചോളൂ. ശരി മേ. സുലോചന പരിഹാസത്തിൽ തൊഴുതു. മേ അല്ല, ഗിരിജ മുഖം ചൊളിച്ചു. മേം, മേം സാബ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെങ്ങനാ? കേരളത്തിന് വെളിയിൽ കടന്നിട്ട് വേണമല്ലോ ഇതൊക്കെ കേൾക്കാൻ.
കേരളത്തിന് വെളിയിലെന്നല്ല മേമേ, ഈ തിരുവനന്തപുരത്തിന് വെളിയിൽ പോലും കടന്നിട്ടില്ല രാജസുലോചന. നല്ല കുടുംബത്തിലെ മെയ്ഡ് സെർവൻസ് അവിടുത്തെ സ്ത്രീകളെ ചേച്ചിന്നും ആന്റിന്നും ഒക്കെ വിളിക്കാറില്ലെന്ന് പറഞ്ഞതിനാണോ നീ എന്നെ മേമയെന്ന് വിളിച്ച് കളിയാക്കണത്? കളിയാക്കിയതാണോ ഞാൻ? ആട് കരയും പോലെ മേമയെന്ന് വിളിക്കാൻ എൻ്റെ നാവ് വളയാത്തത് കൊണ്ടല്ലയോ? ഇവിടെ വരുന്നതിന് മുൻപും നല്ല കുടുംബങ്ങളിൽ തന്നെയാ രാജസുലോചന നിന്നിരുന്നത്. മെഡിക്കൽ കോളേജിൽ ഒരു റിട്ടയർഡ് പ്രൊഫസറുടെ അടുത്താ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഡോക്ടറെ ഞാൻ മമ്മിന്നാ വിളിച്ചിരുന്നതും. അവർക്കതിൽ ഒരു പരാതിയും ഇല്ലായിരുന്നു. എന്തൊരു തങ്കപ്പെട്ട അമ്മച്ചി അവരെന്നറിയാമോ? കാണാനും സുന്ദരി. എന്നെ മോളെന്നാ വിളിക്കുമായിരുന്നത്. അവരുടെ ഭർത്താവാണെങ്കിൽ റിട്ടയർഡ് കളക്ടറുമാ. ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ അവരാരാണെന്ന്. അത്ര പദവിയൊന്നും ഇല്ലല്ലോ ഇവിടെ. സുലോചന മുഖം തിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഈ സ്ത്രീ ശരിയല്ലെന്ന്. ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ വർത്താനം പറയണതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? ശ്രുതി അമ്മയെ നോക്കി. ഒരു ഗസ്റ്റ് വന്നതിന് ചിക്കനും മട്ടനും ഉണ്ടാക്കി പുകച്ച് ചാടിക്കാനാണല്ലോ എന്നെ വിളിച്ചു വരുത്തിയത്? സുലോചന ചോദിച്ചു. അപ്പ പിന്നെ ഗസ്റ്റുകൾ ഇങ്ങോട്ട് വരണത് എന്തിനാണാവോ? പ്രകടമായ പരിഹാസം തന്നെയായിരുന്നു അവളുടെ മുഖത്തും ചേഷ്ടകളിലും. ഒരു കാര്യം ചെയ്യ്, ശ്രുതി പറഞ്ഞു. ഒരാഴ്ചയായല്ലേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. ഇന്ന് തന്നെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ. 1 മാസത്തെ ശമ്പളം തീർത്ത് തന്നേക്കാം. അയ്യടാ അപ്പി, സുലോചന തലയാട്ടി. 6 മാസത്തേക്കെന്ന് കരാർ പറഞ്ഞ കേശവാണൻ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. ഇരട്ടി ശമ്പളം തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഈ 1 മാസത്തേക്ക് ഇരട്ടി ശമ്പളം തന്നേക്കാം. ഇന്ന് തന്നെ പോയിക്കോളാമെങ്കിൽ. ഡോക്ടർക്കും മമ്മിക്കും മലയാളം മനസ്സിലാവത്തില്ലേ? 6 മാസത്തേക്കെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നതോടെ ആ റിട്ടയർഡ് പ്രൊഫസറും ഭർത്താവും പ്രസവിച്ച് കിടക്കണ മകളുടെ ശുശ്രൂഷയ്ക്കായി അമേരിക്കയിലേക്ക് പോയെന്നേ. 6 മാസം കഴിഞ്ഞ് അവർ മടങ്ങി വരും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. എന്നെ പിടിക്കണില്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ വെച്ചോ, എനിക്കൊരു വിരോധമില്ല. 6 മാസത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് മാത്രം. കരാറ് പ്രകാരമുള്ള ശമ്പളം മാസാമാസം രാജസുലോചനയ്ക്ക് കിട്ടുകയും വേണം. രാജസുലോചന. ശ്രുതി വെറുപ്പിൽ മുഖം തിരിച്ചു. എന്തിനെ ഈ പേര് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കണത്? വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് ഈ പേര് മനസ്സിലായതാണല്ലോ. ഞാൻ എൻ്റെ പേരല്ലേ ആവർത്തിക്കണത്, ഡോക്ടറുടെ പേരല്ലല്ലോ. പിന്നെന്തിനാ എന്നെ ചുണപ്പിക്കണത്? അയ്യടാ ശ്രുതിക്കുട്ടി, ഗിരിജ മകളെ മുന്നോട്ട് വലിച്ചു. കൾച്ചർ ഇല്ലാത്തതുങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞ് സമയം കളയാതെ മോള് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. ദാ 8:30 അവർ വാച്ചിലേക്ക് കൈ ചൂണ്ടി. ഇവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതോടെ സുലോചനയുടെ ഭാവം മാറി. ഗിരിജ ഒരു കയ്യാങ്കളിക്ക് ഒരുങ്ങുകയാണോ എന്ന ശങ്കയിൽ എളിയിൽ കൈകൾ കുത്തി അവളും തയ്യാറെടുത്തു. കൾച്ചർ ഇല്ല എന്നൊക്കെ പറയണത് സൂക്ഷിച്ച്. നമ്പ്യൂരാരല്ലെങ്കിലും ഞാനും കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ തന്നെയാ പിറന്നത്. കടയ്ക്കാവൂര് എൻ്റെ കുടുംബത്തിൽ ചെന്നൊന്ന് തിരക്കി നോക്ക്. അച്ഛൻ്റെ വീട് നെടുമങ്ങാട്. 8 വീട്ടിൽ പിള്ളമാരുടെ താവഴിയിൽപ്പെട്ടൊരു തന്നെ നമ്മളും. ഗതികേടിന് പാത്രം കഴുകാൻ വന്നതും തന്നെ ഉള്ളൂ കേട്ടോ. കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞാൽ നിന്നോട് ഗുസ്തി പിടിച്ചോളാം എന്നർത്ഥത്തിലല്ല. വേലക്കാരിയോട് വഴക്കടിക്കണത് പുറത്തറിഞ്ഞ് നാണക്കേടാവുമെന്ന് കരുതി തോറ്റു കൊടുക്കാൻ തന്നെ സന്നദ്ധയായി ഗിരിജ. നിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന ഉദ്ദേശത്തിലാ. നിന്റെ പാചകത്തിലൊന്നും ഞങ്ങൾ ഇനി ഒരു നിർദ്ദേശവും തരാൻ വരുന്നില്ല. നീ ഉണ്ടാക്കിയ ആഹാരവും ഞങ്ങൾ കഴിക്കണില്ല. നിനക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ആ സ്ത്രീക്കും മാത്രം മതി ഇവിടുന്ന് ആഹാരം. ഒരു ഉപകാരം ചെയ്താൽ മതി. ചിക്കനോ മട്ടനോ മത്സ്യമോ എന്താച്ചാ വാങ്ങിച്ച് ധാരാളം മസാലകൾ ചേർത്ത് പാകം ചെയ്ത് അതിൻ്റെ മണം അടിപ്പിച്ച ആ സ്ത്രീക്ക് മുറിക്കകത്ത് പോലും ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കണം. നോൺ വെജ് അല്ലാതെ ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കി കൊടുക്കരുത്. ഇരട്ടിയല്ല 3 ഇരട്ടി ശമ്പളം തന്നോളാം. 6 മാസം ഞങ്ങൾ സഹിച്ചു. 3 ഇരട്ടി വേണ്ട. സുലോചനയും താണു. ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇരട്ടി മതി. രാജസുലോചന വാക്കു മാറ്റത്തില്ല. പിന്നൊരു കാര്യം, ചിക്കനും മട്ടനും മത്സ്യവും എന്നൊക്കെ പറയണതല്ലാതെ ഒന്നും അടുക്കളയിലേക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. രാജസുലോചന മാർക്കറ്റിൽ പോയിക്കോളാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. കുഴങ്ങിയ മട്ടിൽ ഗിരിജ മകളെ നോക്കി. സുധാകർ മംഗളോദയത്തിന്റെ അമ്മ വീട് എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്.